ഒരിക്കൽ ഉപകാരം ചെയ്തവരെ കൊച്ചുണ്ണി വിസ്മരിക്കില്ലെന്നതിന് അനേക ഉദാഹരണങ്ങളുണ്ട്. സഹായിച്ചിട്ടുള്ളവരെ തിരിച്ചും സഹായിക്കുവാൻ കൊച്ചുണ്ണി മനസ്സുവെച്ചിരുന്നു. ഒരിക്കൽ പണത്തിന് അത്യാവശ്യം നേരിട്ട കൊച്ചുണ്ണി പതിവ് ജോലിക്കായി പുറത്തിറങ്ങി. സന്ധ്യ മയങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വഴിപോക്കർ ആരെങ്കിലും ആ വഴി കടന്നു വരുമെന്ന പ്രതീക്ഷയോടെയാണ് കൊച്ചുണ്ണി കാത്തുനിന്നത്. പരദേശത്തു നിന്ന് ചെറുപ്പക്കാരനായ ഒരു ബ്രാഹ്മണൻ ഓച്ചിറ എന്ന സ്ഥലത്തേക്ക് വന്നു ചേർന്നു. അപ്പോൾ നേരം സന്ധ്യയായി കഴിഞ്ഞിരുന്നു. കായംകുളം വഴി ഏവൂർക്ക് പോകാനാണ് അയാൾ എത്തിച്ചേർന്നത്. കായംകുളം എന്ന സ്ഥലം കൊച്ചുണ്ണി മുതലായവരുടെ വിഹാര കേന്ദ്രമാണെന്നതിനാൽ സന്ധ്യ കഴിഞ്ഞാൽ അതുവഴിയുള്ള യാത്ര അപകടകരമാണെന്ന് ആ യുവാവിന് അറിയാമായിരുന്നു. മധ്യാഹ്നത്തിനു മുമ്പേ കായംകുളം കടക്കണമെന്ന് കരുതിയാണ് പുറപ്പെട്ടതെങ്കിലും ഓച്ചിറ കഴിഞ്ഞപ്പോഴേക്കും നേരെ സന്ധ്യയായി തുടങ്ങിയിരുന്നു. ഏവൂരിലുള്ള മൂത്താണാവി എന്ന ബ്രാഹ്മണന്റെ അനന്തരമായിരുന്നു ആ ബ്രാഹ്മണ യുവാവ്. മൂത്താണാവിയുടെ മഠത്തിൽ അടുത്ത് പുലർച്ചെ നടക്കേണ്ട ഒരു വിവാഹ അടിയന്തരത്തിൽ പങ്കെടുക്കുവാനാണ് അയാൾ ധൃതി പിടിച്ചെത്തിയത്. മാത്രമല്ല, വിവാഹത്തിന് വിലയേറിയ കുറേ സ്വർണ്ണാഭരണങ്ങളുമായിട്ടാണ് വരവ്. അവയെല്ലാം ഭദ്രമായി പാണ്ഡത്തിൽ വെച്ച് കെട്ടി തോളിൽ തൂക്കിക്കൊണ്ടാണ് ആ ബ്രാഹ്മണ യുവാവ് എത്തിയത്. എന്ത് തടസ്സമുണ്ടായാലും ആ രാത്രിയിൽ തന്നെ ഏവൂരിലെത്തി ആഭരണം ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അതിന് മുടക്കം സംഭവിച്ചാൽ വിവാഹാടിയന്തരം തന്നെ മുടങ്ങിപ്പോകുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് സാഹസപ്പെട്ടിട്ടാണെങ്കിലും രാത്രി തന്നെ ഏവൂരിൽ എത്തിച്ചേരണമെന്ന തീരുമാനത്തോടെ ബ്രാഹ്മണ യുവാവ് കായംകുളത്തെത്തിയത്. കൊച്ചുണ്ണിയോ കൂട്ടരോ കണ്ടാൽ ആഭരണങ്ങളെല്ലാം തട്ടിയെടുക്കുമെന്ന ഭയവും ഉണ്ടായിരുന്നു. ഏവൂരിൽ ധാരാളം പരിചയക്കാർ ബ്രാഹ്മണ യുവാവിനുണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും വഴിമത്തെ കണ്ടുമുട്ടിയാൽ കൂട്ടാവുമല്ലോ എന്നും അയാൾ കരുതി. കായംകുളം കുളത്തെത്തിയ ബ്രാഹ്മണ യുവാവിന് പരിചയക്കാരെയും കണ്ടെത്തുവാനായില്ല. സന്ധ്യ കഴിഞ്ഞതോടെ വഴിയാക്കിൽ യാത്രക്കാരുമില്ലാതെയായി. തോളിലെ ഭാണ്ഡം കൈകൊണ്ട് ദേഹത്തോട് അമർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ നടന്നു. വഴിയിലെങ്ങും ഒരു മനുഷ്യൻ പോലുമില്ല. ആരെങ്കിലും വരട്ടെ എന്ന് കരുതി കാത്തു നിൽക്കുവാനും സമയമില്ല. എന്തും വരട്ടെ എന്നുറപ്പിച്ച് പരസ്പര ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾ നേരെ വടക്കോട്ട് നടന്നു. ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു. ചീവീടുകളുടെയും ചില പക്ഷികളുടെയും മറ്റ് ശബ്ദം മുഴങ്ങുന്നുണ്ട്. തണുത്ത കാറ്റും വീശുന്നു. വഴിക്കിരുവശവുമുള്ള കാട്ടുചെടികൾ കാറ്റിൽ ആടി നിൽക്കുന്നു. ഇരുട്ടും ഏകാന്തതയും ബ്രാഹ്മണ യുവാവിനെ കൂടുതൽ ഭയപ്പെടുത്തി. എങ്കിലും ഈശ്വരവിശ്വാസിയായ അയാൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വിളംബം വരുത്തിയില്ല. കുറേ വടക്കെത്തിയപ്പോൾ വഴിയിൽ ഒരാളെ കാണുവാൻ കഴിഞ്ഞു. ബ്രാഹ്മണ യുവാവിന് ആശ്വാസമായി. ഇരുട്ടിന് കട്ടി കൂടിയിരുന്നില്ല. അതിനാൽ അയാളുടെ മുഖം ബ്രാഹ്മണ യുവാവിന് കാണുവാൻ കഴിഞ്ഞു. അയാളെ യാതൊരു പരിചയമില്ലാത്തതിനാൽ ഏവൂർക്കാരനല്ലെന്നും തനിക്ക് കൂട്ടായി വരുവാൻ അയാളെ കിട്ടില്ലെന്നും തോന്നിയതിനാൽ ബ്രാഹ്മണ യുവാവ് ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു. അപ്പോൾ വഴിയിൽ കണ്ടയാൾ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഹേ സ്വാമി, എവിടേക്കാണ് യാത്ര? അവിടെ നിൽക്കൂ, ചോദിക്കട്ടെ. അത് കേട്ടയുടൻ ബ്രാഹ്മണ യുവാവ് തിരിഞ്ഞു നിന്നു. വഴിയിൽ കണ്ടയാൾ നടന്നെടുത്ത് ചെന്നു. ആളെ കണ്ടപ്പോൾ ബ്രാഹ്മണ യുവാവിന് മതിപ്പ് തോന്നി. മുസൽമാനാണെങ്കിലും അയാൾ മാന്യമായി സംസാരിക്കുന്നു. നോട്ടത്തിലും ഭാവത്തിൽ പോലും ഒരു പ്രത്യേകത തോന്നി. വളരെ അത്യാവശ്യമായി ഞാൻ ഏവൂർക്ക് പോവുകയാണ്. ഇന്ന് രാത്രി തന്നെ അവിടെ എത്തിയേ മതിയാവും. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. പോയിക്കോട്ടെ. അങ്ങ് ഈ സമയത്ത് ഇതുവഴി യാത്ര ചെയ്യുന്നത് നന്നല്ല. അപകടം പിടിച്ച സ്ഥലമാണ്. അതുകൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും ഭവനത്തിൽ ചെന്ന് രാത്രി കഴിച്ചു കൂട്ടി പുലർച്ചെ പുറപ്പെടുന്നതാണ് ഉചിതം. ആഗതൻ പറഞ്ഞു. അയ്യോ, അതിനൊന്നും എനിക്ക് സമയമില്ല. ഇപ്പോൾ തന്നെ അധികം വൈകിയിരുന്നു. എന്നെ കാത്ത് ചിലർ അക്ഷമയോടെ നിൽക്കുന്നുണ്ടാവും. ഇന്ന് തന്നെ ഏവൂരിലെ മഠത്തിലെത്തിയേ മതിയാവും. അങ്ങയുടെ തോളിൽ എന്താണ്? വിലപിടിപ്പുള്ളത് വല്ലതും ഉണ്ടോ? ഭാണ്ഡത്തിന് നല്ല ഭാരമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഭാണ്ഡത്തിൽ കാര്യമായിട്ടൊന്നുമില്ല. 2-3 പുതിയ മുണ്ടുകൾ മാത്രമേ ഉള്ളൂ. യുവാവ് കളവ് പറഞ്ഞു. അത് ശരിയാണെന്ന് തോന്നില്ല. ഭാരമുള്ള ഭാണ്ഡമായതിനാൽ അതിൽ കാര്യമായിട്ട് എന്തെങ്കിലും കാണാതിരിക്കില്ല. കായംകുളം കൊച്ചുണ്ണിയെ കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടോ? അങ്ങേക്ക് കടന്നു പോകേണ്ട വഴിയിൽ ഇപ്പോൾ കൊച്ചുണ്ണിയും കൂട്ടരും ഉണ്ടാവും. വഴിയാത്രക്കാരായി ആരെങ്കിലും കണ്ടാൽ അവർ കയ്യിലുള്ളത് മുഴുവൻ പിടിച്ചു പറിക്കും. ചിലപ്പോൾ ജീവനും അപകടത്തിലാവും. അതുകൊണ്ടാണ് രാത്രിയിലെ യാത്ര അരുതെന്ന് ഞാൻ പറഞ്ഞത്. ആഗതന്റെ വാക്കുകൾ കേട്ടതോടെ ബ്രാഹ്മണ യുവാവിന്റെ ശ്വാസം നിലച്ചതുപോലെ ഒരുവിധം പണിപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, കൊച്ചുണ്ണിയെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ടേ. അയാളെ അല്പം മനസാക്ഷിയുള്ളവനാണെന്നും പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ അയാളുടെ കൂട്ടുകാർക്ക് ഒരു മയവുമില്ലെന്നും അവർ എന്തും ചെയ്യുവാൻ മടിക്കാത്തവരാണെന്നും അറിയാം. എനിക്ക് ഇന്ന് തന്നെ ഏവൂരെത്തണം. കൂട്ടിന് ആരെയും കിട്ടിയില്ല. ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാമായിരുന്നു. ബ്രാഹ്മണ യുവാന്റെ ദീനഭാവം കണ്ട് ആഗതൻ ചോദിച്ചു, അങ്ങേക്ക് ഏവൂരിൽ എവിടെയാണ് പോകേണ്ടത്? ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ മഠത്തിലാണ് പോകേണ്ടത്. അവിടെ പുലർച്ചെ ഒരു വിവാഹാടിയന്തരമുണ്ട്. ആ മഠത്തിലെ മൂത്താണാവിയുടെ ബന്ധുവാണോ സ്വാമി? മൂത്താണാവിയെ നിങ്ങൾ അറിയുമോ? അതെന്റെ അമ്മാവനാണ്. അദ്ദേഹത്തെ കാണുവാനാണ് ഞാൻ ഈ യാത്ര തിടുക്കപ്പെടുന്നത്. മൂത്താണാവിയെ എനിക്കറിയാം. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. പാവങ്ങളോട് അനുകമ്പയുള്ളവനാണ്. എന്നോട് വാത്സല്യത്തോടെ പെരുമാറിയിട്ടുള്ളത് ഞാൻ മറന്നിട്ടില്ല. അദ്ദേഹം സൗഖ്യം തന്നെയാണ്. ആഗതൻ കൗതുകത്തോടെ ചോദിച്ചു.
ബ്രാഹ്മണ യുവാവിന് സന്തോഷമായി. മൂത്താണാവി അറിയുന്ന ഒരാളെ കണ്ടെത്തിയല്ലോ. നിങ്ങളെ കണ്ടുമുട്ടിയത് ഭാഗ്യമായി. മൂത്താനാവിയുടെ താല്പര്യമുള്ള നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അനന്തരവനായ എന്നോടും താല്പര്യവും സ്നേഹവും ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെയൊക്കെ പരിചയമുള്ള നിങ്ങൾ ആരെങ്കിലും എനിക്ക് കൂട്ടായി പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമാവും. ഞാൻ അയാൾക്ക് വല്ലതും കൊടുക്കാം. പ്രതിഫലമായി 4 ചക്രം കൊടുക്കാം. 4 ചക്രമോ? ഈ രാത്രിയിൽ അങ്ങയുടെ പ്രാണരക്ഷയ്ക്കായി കൂട്ടുവരുന്നയാൾക്ക് ഇത്ര തുച്ഛമായ പ്രതിഫലമോ? അതിന് വരാൻ ആരെങ്കിലും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 5-6 നാഴിക, പ്രത്യേകിച്ച് കായങ്ങളും കൊച്ചുണ്ണിയുടെയും കൂട്ടരുടെയും ഇടയിലൂടെ കടന്നു പോവേണ്ടതാണ്. പിന്നെന്ത് കൊടുക്കണം? ബ്രാഹ്മണ യുവാവ് ചോദിച്ചു. 5 രൂപ പ്രതിഫലമായി നൽകുകയാണെങ്കിൽ ഞാൻ തന്നെ അങ്ങേക്ക് തുണയായി വരാം, ആഗതം പറഞ്ഞു. അയ്യോ, അത് വളരെ കൂടുതലാണ്. അവർ തമ്മിൽ കുറച്ചു നേരം വിലപേശം നടന്നു. അപ്പോഴേക്കും ഇരുട്ട് വർദ്ധിച്ചു. ഒടുവിൽ 3 രൂപ പ്രതിഫലം സംബന്ധിച്ച് ആഗതന് യുവാവിനോടൊപ്പം പുറപ്പെടുവാനൊരുങ്ങി. ഓരോന്ന് സംസാരിച്ചുകൊണ്ടാണ് ഇരുവരും നടുവഴികളിലൂടെ മുന്നോട്ട് പോയത്. കൂട്ടിന് ഒരാളുണ്ടായതിനാൽ ബ്രാഹ്മണ യുവാവിന് ഭയമില്ലാതെയായി. കായങ്ങളും കൊച്ചുണ്ണിയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ടയാണ് ഞാനിവിടെ എത്തിയത്. വഴിയാത്രക്കാരെ തടയാനും കൊള്ളയടിക്കുവാനും ആ മനുഷ്യന് ഒരു മടിയുമില്ല. എന്തൊരു ദ്രോഹമാണ് അയാൾ ചെയ്യുന്നത്. അയാളുടെ കൂട്ടുകാരനാണെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്തവരാണെന്നും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചു പറിക്കുന്നതും ആളുകളെ കൊല്ലുന്നതും മഹാപാവമല്ലേ? സഹയാത്രയാൻ അത് ശരിവെച്ചതല്ലാതെ എതിർത്തൊന്നും പറഞ്ഞില്ല. യുവാവിന് യാത്രമധ്യേ കൊച്ചുണ്ണിയെ കൂട്ടരെയോ അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. പാതിരാത്രി കഴിഞ്ഞ സമയത്ത് ഇരുവരും ഏവൂർ ക്ഷേത്രത്തിനടുക്കിൽ എത്തിച്ചേർന്നു. അപ്പോഴാണ് ബ്രാഹ്മണ യുവാവിന് ശ്വാസം നേരെ വീണത്. അവർ കിഴക്കേ നടയിലുള്ള മൂത്താണാവിയുടെ മഠത്തിന്റെ പടിക്കത്തെത്തി. ഈ മഠത്തിലല്ലേ സ്വാമിക്ക് വരേണ്ടിയിരുന്നത്? ഇവിടെ തന്നെയാണ് ചങ്ങാതി എനിക്ക് എത്തിച്ചേരേണ്ടിയിരുന്നത്. നിങ്ങളുടെ ഈ സഹായത്തിന് 100 നന്ദിയുണ്ട്. ബ്രാഹ്മണ യുവാവിന്റെ മുഖം വികസിച്ചു. ഇനി പേടിക്കാനൊന്നുമില്ലല്ലോ. എൻ്റെ ആവശ്യം കഴിഞ്ഞില്ലേ? എനിക്ക് തരാമെന്ന് സംബന്ധിച്ച പണം തന്നീക്കൂ. സഹയാത്രികൻ പുഞ്ചിരിയോടെ ചോദിച്ചു. തരാമല്ലോ, ഈ ഉപകാരം മറക്കില്ല. പണം ഭാണ്ഡത്തിനകത്താണ്. അങ്ങകത്തേക്ക് വരും. മഠത്തിന്റെ പൂമുഖത്ത് ചെന്ന് വെളിച്ചത്ത് വെച്ച് ഭണ്ഡമൊഴിച്ച് ഞാൻ വാഗ്ദാനം ചെയ്ത പണം തരാം. വന്നോട്ടെ. ഞാൻ അകത്തേക്ക് വരുന്നില്ല. സ്വാമി ചെന്ന് ഭണ്ഡമഴിച്ച് 1 രൂപ തന്നാൽ മതി. ഞാനിവിടെ കാത്തു നിൽക്കാം. ആണോ? അങ്ങനെ ഞാൻ ഇപ്പോൾ പോയിട്ട് വരാം. ബ്രാഹ്മണ യുവാവ് പടി കടന്ന് പൂമുഖത്തേക്ക് നടന്നു. അവിടെ എത്തിയ ഉടൻ അദ്ദേഹം അമ്മാവനെ വിളിച്ചു. വിളി കേട്ടയുടൻ വാതിൽ തുറന്നൊരു വിളക്കുമായി മുത്താണാവി പുറത്തേക്ക് വന്നു. അനന്തവരനെ കണ്ട് വലിയ സന്തോഷത്തോടെ പറഞ്ഞു. നിന്നെ കാണാൻ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? സന്ധ്യ കഴിയുന്നതുവരെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. രാത്രിയാവും മുമ്പ് മഠത്തിലെത്തണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? നേരം ഇരുട്ടിയിട്ട് നിന്നെ കാണാതായപ്പോൾ നീ കൊച്ചുണ്ണിയുടെ കയ്യിൽ പെട്ടുപോയെന്ന് തീർച്ചയാക്കിയതാണ് ഞാൻ. ഈ രാത്രിയിൽ എവിടെ പോയി അന്വേഷിക്കാനാണ്? അതുകൊണ്ട് നേരം വെളുക്കുവാനായി കാത്തിരിക്കുകയായിരുന്നു. ഈശ്വരാനുഗ്രഹത്താൽ ആപത്തിൽപ്പെടാതെ നീ വന്നെത്തിയല്ലോ, ആശ്വാസമായി. ഇരുട്ടും മുമ്പ് ഇവിടെ എത്തിക്കുമെന്ന് കരുതി പുറപ്പെട്ടതാണ്. പക്ഷേ കായംകുളത്തെത്തിയപ്പോഴേക്കും നേരം സന്ധ്യമായി. ഭാഗ്യത്തിന് അവിടെ നിന്നൊരു കൂട്ടുകാരനെ കിട്ടി. അയാൾക്ക് 3 രൂപ പ്രതിഫലം നൽകാമെന്ന് സമ്മതിച്ചാണ് കൂടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് കൊച്ചുണ്ണിയുടെ മുമ്പിൽ അകപ്പെടാതെ സുരക്ഷിതമായി വന്നെത്തി. അയാൾ പടിക്കൽ നിൽപ്പുണ്ട്. 3 അല്ല, എത്ര രൂപ കൊടുത്താലും അത് അധികമാവില്ല. അത്ര വലിയ ഉപകാരമാണ് അയാൾ ചെയ്തത്. പാതിരാത്രി കഴിഞ്ഞില്ലേ, നീ പോയി കുളിച്ച് ഭക്ഷണം കഴിക്കും, മൂത്തണ്ണാവി പറഞ്ഞു. അതിനു മുമ്പ് ഭാണ്ഡമഴിച്ച് ഞാൻ അയാൾക്ക് രൂപ കൊടുക്കട്ടെ. അനന്തരവൻ ഭാണ്ഡം നിലത്ത് വെച്ച് അഴിക്കുവാൻ ഒരുങ്ങി. അയാൾക്ക് കൊടുക്കുവാനുള്ള 3 രൂപ ഞാൻ കൊടുത്തോളാം. നീ പോയി കുളിക്കുവാൻ നോക്ക്. നടന്ന് ക്ഷീണിച്ചു വന്നിരിക്കുന്ന നീ കുളിക്കാനും ഭക്ഷണം കഴിക്കുവാനും ഇനിയും വൈകിക്കേണ്ട. ഭാണ്ഡം ഞാൻ അകത്തേക്ക് കൊണ്ടുപോയി വെച്ചുകൊള്ളാം. മൂത്തണ്ണാവി നിർബന്ധിച്ചപ്പോൾ അനന്തരവൻ അത് സമ്മതിച്ച് അകത്തേക്ക് കയറി. അദ്ദേഹം അനന്തരവന്റെ ഭാണ്ഡമെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി സുരക്ഷിതമായി വെച്ചിട്ട് 3 രൂപവുമായി പുറത്തേക്ക് നടന്നു. അപ്പോഴും കയ്യിൽ കത്തിച്ച വിളക്കും പിടിച്ചിരുന്നു. പടിക്ക് പുറത്തു തന്നെ സഹയാത്രികനായ മുസൽമാൻ നിൽക്കുന്നുണ്ടായിരുന്നു. മൂത്തണ്ണാവിയെ പതിയെ നടന്ന് പടിക്ക് പുറത്തെത്തി. കൊച്ചു സ്വാമിയുടെ കൂടെ വന്നയാളല്ലേ നിൽക്കുന്നത്? അദ്ദേഹം വിളിച്ചു ചോദിച്ചു. മൂത്തണ്ണാവി അടുത്തെത്തിയുടൻ ആ മുസൽമാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ആരാ എന്ന് ചോദിച്ചുകൊണ്ട് മൂത്തണ്ണാവിയെ വിളക്ക് അയാളുടെ മുഖത്തേക്ക് അടുപ്പിച്ച് സൂക്ഷിച്ചു നോക്കി. കൊച്ചുണ്ണിയോ? നീയാണോ കൊച്ചുസ്വാമിക്ക് കൂട്ടുവന്നത്? അത്ഭുതമായിരിക്കുന്നുവല്ലോ. മൂത്തണ്ണാവി അത്ഭുതം കൂറി. അതെ, ആ യുവാവ് സ്വാമിയുടെ അനന്തരനാണെന്ന് അറിഞ്ഞപ്പോൾ ആപത്തൊന്നും കൂടാതെ ഇവിടെ കൊണ്ടെത്തിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് തോന്നി, കൊച്ചുണ്ണി പറഞ്ഞു. വളരെ സന്തോഷമായി കൊച്ചുണ്ണി. നീ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിന് 3 രൂപയല്ല, 300 രൂപ തന്നാലും അത് അധികമാവില്ല. കൊച്ചുസ്വാമി നിന്റെ മുമ്പിൽ വന്നുപെട്ടത് ഭാഗ്യം കൊണ്ടാണ്. ആ മമ്മദിന്റെയോ വാവയുടെയോ കയ്യിൽ പെട്ടിരുന്നെങ്കിൽ അവനെ ജീവനോട് കിട്ടുമായിരുന്നു. ഭാഗ്യത്തിന് നിന്നെയാണ് ഈശ്വരൻ അവരുടെ മുമ്പിൽ എത്തിച്ചത്. ഇതാ 3 രൂപ. ഇത് നിനക്ക് തരാൻ കൊച്ചുസ്വാമി തിടുക്കപ്പെട്ടതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. വാങ്ങിച്ചോളൂ. നിനക്കിത് മതിയോ? നീ ചോദിക്കുന്നത് തരാം. മൂത്തണ്ണാവിയുടെ കണ്ണുകൾ ഈർന്നണിഞ്ഞു പോയി. എനിക്കൊന്നും വേണ്ട സ്വാമി. അവിടുത്തെ അനിയന്ത്രണമാണെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുവന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണോ? കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവരാണോ? കാര്യം കഴിയുമ്പോൾ കാല് മാറുന്നവനാണോ എന്നൊക്കെ അറിയാനായിട്ടാണ് ഞാനിവിടെ കാത്തു നിൽക്കുന്നത്, അല്ലാതെ പ്രതിഫലം പറ്റാനല്ല. കൊച്ചുണ്ണി വികാരഭരിതനായി പറഞ്ഞു. കൊച്ചുണ്ണി, രൂപ കുറവായതുകൊണ്ടാണോ വാങ്ങാത്തത്? നീ ചോദിക്കുന്ന രൂപ ഞാൻ തരാം, മൂത്തണ്ണാവി നിർബന്ധിച്ചു. ഇല്ല സ്വാമി, സത്യമാണ് ഞാൻ പറയുന്നത്.
അവിടുത്തെ അനന്തരവനെ ആപത്തില്ലാതെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാനത് ചെയ്യുവാൻ കടപ്പെട്ടവനാണ്. ദ്രവ്യം മോഹിച്ചിട്ടാണെങ്കിൽ അപ്പോൾ തന്നെ ആ ഭാണ്ഡം മുഴുവനായി അപഹരിക്കാമായിരുന്നു. എൻ്റെ മനസ്സിൽ സ്വാമിയുടെ രൂപം തെളിഞ്ഞപ്പോൾ തോന്നിയതാണ് കൊച്ചുസ്വാമിയുടെ ജീവൻ രക്ഷിച്ച് ഇവിടെ എത്തിക്കണമെന്ന്. പണ്ട് സ്വാമി എനിക്ക് തന്ന വാർത്ത കഞ്ഞിയുടെ സ്വാദ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. അത് മരണം വരെ എൻ്റെ സ്മരണയിലുണ്ടാവും. ഈ പ്രതിഫലമല്ല, സ്വാമിയുടെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. കൊച്ചുണ്ണി വീണ്ടും വിനയത്തോട് അദ്ദേഹത്തെ വണങ്ങി. ഇനിയിടെ മടങ്ങി പോകുവാൻ അനുവദിച്ചാലും. കൊച്ചുണ്ണിയുടെ ആത്മാർത്ഥതയെയും അയാളുടെ പ്രത്യുപകാരത്തെയും കുറിച്ചോർത്ത് മൂത്താണ്ടാവി നിമിഷ നേരനായി നിന്നുപോയി. കൊച്ചുണ്ണി വന്നതുപോലെ മടങ്ങിപ്പോവുകയും ചെയ്തു. 3 രൂപ കൊച്ചുണ്ണിയെ ഏൽപ്പിക്കുവാൻ കഴിയാത്ത വിഷമത്തോടെയാണ് മൂത്താണ്ടാവി പൂമുഖത്തേക്ക് മടങ്ങിയത്. കുളി കഴിഞ്ഞ് അമ്മാവനെ തേടി പൂമുഖത്തെത്തിയ കൊച്ചുസ്വാമി അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവഭേദം കണ്ട് ചോദിച്ചു, എന്താ അമ്മാവ, അയാൾക്ക് രൂപ കൊടുത്തില്ലേ? 5 രൂപ വേണമെന്ന് അയാൾ ചേർക്കിച്ചോ? നിനക്കറിയാമോ നിനക്ക് കൂട്ടുവന്ന ആരാണെന്ന്? പേര് ഞാൻ ചോദിച്ചില്ല. അയാൾ ഒരു മുസൽമാനാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്നാ കേട്ടോ, നിന്നെ സുരക്ഷിതമായി ഇവിടെ കൊണ്ട് എന്ന് വെച്ചത് സാക്ഷാൽ കായംകുളം കൊച്ചുണ്ണിയാണ്. ആ ബ്രാഹ്മണ യുവാവിന്റെ കണ്ണ് തള്ളിപ്പോയി. തുടരും.